അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് യു.എസ്. വിസ ബുള്ളറ്റിൻ ഒരു പ്രധാനപ്പെട്ട പ്രതിമാസ റിപ്പോർട്ടാണ്. ഇതൊരു ഔദ്യോഗിക കാത്തിരിപ്പ് പട്ടികയുടെ ട്രാക്കർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഓരോ വർഷവും സർക്കാർ അംഗീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഗ്രീൻ കാർഡ് എപ്പോൾ ലഭിക്കുമെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ പ്രിയോറിറ്റി ഡേറ്റ് അഥവാ നിങ്ങളുടെ ഊഴം അറിയണം. വിസ ബുള്ളറ്റിൻ അപേക്ഷകരെ സഹായിക്കാൻ രണ്ട് പ്രധാന ചാർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഡേറ്റ് ഓഫ് ഫയലിംഗ് ആണ്. ഇത് നിങ്ങളുടെ അടുത്ത ഘട്ടരേഖകൾ എപ്പോൾ സമർപ്പിക്കാമെന്നാണ് പറയുന്നത്. മറ്റൊന്ന് ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് ആണ്. ഇത് നിങ്ങളുടെ ഗ്രീൻ കാർഡ് യഥാർത്ഥത്തിൽ എപ്പോൾ നൽകാൻ സർക്കാരിന് കഴിയുമെന്നാണ് വ്യക്തമാക്കുന്നത്. നിങ്ങളുടെ രേഖകളെല്ലാം തയ്യാറാണെങ്കിൽ പോലും ഈ ചാർട്ടിൽ നിങ്ങളുടെ തീയതി നിലവിലായി വരുന്നതുവരെ നിങ്ങൾക്ക് കാർഡ് ലഭിക്കില്ല. അമേരിക്കയുടെ കുടിയേറ്റ സംവിധാനം ഫിസ്ക്കൽ ഇയർ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഒക്ടോബർ 1 ആരംഭിച്ച് അടുത്ത വർഷം സെപ്റ്റംബർ 30 അവസാനിക്കുന്നത്. 2026 ഫിസ്ക്കൽ ഇയർ 2025 ഒക്ടോബർ 1 തുടങ്ങി. വിദഗ്ധരുടെ കണക്കനുസരിച്ച് ഇത് തിരക്കേറിയ വർഷമായിരിക്കും. ഏകദേശം 1 ദശലക്ഷത്തിലധികം ഗ്രീൻ കാർഡുകൾ ഈ വർഷം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുടുംബാംഗങ്ങളെ ആശ്രയിക്കുന്ന ഗ്രീൻ കാർഡുകൾക്ക് കുറഞ്ഞത് 2,26,000 വിസകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡുകൾക്ക് ഏകദേശം 1,40,000 വിസകൾ നീക്കിവെച്ചിട്ടുണ്ട്. യു.എസ്. പൗരന്മാരുടെ ഭാര്യമാർക്കും മക്കൾക്കും പരിധിയില്ല. ഇവർ സാധാരണയായി 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഗ്രീൻ കാർഡുകൾ നേടാറുണ്ട്. 2026 തുടക്കത്തിലെ സ്ഥിതി നോക്കുമ്പോൾ കാത്തിരിപ്പ് പട്ടികയിലെ പുരോഗതി വളരെ ശ്രദ്ധയോടെയും സാവധാനത്തിലുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ 2025 പുതിയ വർഷത്തിന്റെ തുടക്കമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടായി. ഫെബ്രുവരി 2026 ആയപ്പോൾ കുടുംബ വിഭാഗങ്ങളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. തൊഴിൽ വിസകളിൽ പല രാജ്യങ്ങൾക്കും EB3 വിഭാഗം മുന്നോട്ട് പോയെങ്കിലും ഇന്ത്യക്കും ചൈനയ്ക്കും EB1, EB2 വിഭാഗങ്ങളിൽ വലിയ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മാർച്ച് 2026 EB1, EB3 പോലുള്ള തൊഴിൽ വിസകളിൽ ചെറിയ പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള EB2 അപേക്ഷകർക്ക് വലിയ കാലതാമസം തുടരാൻ സാധ്യതയുണ്ട്. കുടുംബ വിഭാഗങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം എപ്പോഴാണെന്ന് അറിയാൻ വിസ ബുള്ളറ്റിൻ കൃത്യമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു. ഓരോരുത്തരുടെയും ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള സാധ്യതകൾ അവരുടെ അപേക്ഷയുടെ വിഭാഗം, രാജ്യം, പ്രയോറിറ്റി ഡേറ്റ് എന്നിവയെ ആശ്രയിച്ചിരിക്കും. അതിനാൽ ഈ വിവരങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത് വളരെ പ്രയോജനകരമാകും. പുതിയ നിയമങ്ങളും വിസ നയങ്ങളും വരാൻ സാധ്യതയുള്ളതിനാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ ഔദ്യോഗിക ഉറവിടങ്ങളെ ആശ്രയിക്കുക. ഇത് നിങ്ങളുടെ കുടിയേറ്റ പ്രക്രിയ സുഗമമാക്കാൻ സഹായിക്കും. 2026 സാമ്പത്തിക വർഷത്തിലെ വിസ ബുള്ളറ്റിൻ നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പദ്ധതികൾ ആവശ്യമാണെന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം കൃത്യമായ സമയത്ത് നീങ്ങുന്നവർക്ക് സമീപകാലത്ത് മുന്നേറ്റത്തിനുള്ള അവസരങ്ങളും ഇത് നൽകുന്നുണ്ട്. ജനുവരിയിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് വലിയ മുന്നേറ്റം ലഭിച്ചതിന് ശേഷം ഫെബ്രുവരിയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് തൊഴിലധിഷ്ഠിത ഇമിഗ്രേഷന്റെ സ്ഥിരതയില്ലാത്ത സ്വഭാവമാണ് കാണിക്കുന്നത്. ചില മാസങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാതെ ഇരിക്കുകയും പിന്നീട് പെട്ടെന്ന് വർഷങ്ങളോളം മുന്നോട്ട് പോവുകയും ചെയ്യാം. 75 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇമിഗ്രന്റ് വിസ ലഭിക്കുന്നതിനുള്ള വിലക്ക് തുടരുകയാണെങ്കിൽ 2027 സാമ്പത്തിക വർഷം ഇന്ത്യൻ EB2, EB3 വിഭാഗങ്ങളിൽ ഉള്ളവർക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. പ്രതീക്ഷിക്കുന്ന സ്പിൽ ഓവറുകൾ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഇത് സംഭവിക്കാം. ഒക്ടോബർ 2026 ഒരു നിർണായക സമയമായിരിക്കും. കാരണം അന്ന് സ്പിൽ ഓവറുകളുടെ സ്വാധീനം, സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം, ചരിത്രപരമായ മുന്നേറ്റം എന്നിവയെല്ലാം ഒരുമിച്ചെത്തും. നിലവിലെ സമയപരിധിയിൽ നിന്ന് 4 മുതൽ 5 വർഷത്തിനുള്ളിൽ മുൻഗണനാ തീയതി ഉള്ളവർ ഒക്ടോബറിൽ പ്രതീക്ഷിക്കുന്ന മുന്നേറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായ എല്ലാ രേഖകളും തയ്യാറാക്കി വെക്കണം. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് ഫിസിക്കൽ ഇയർ 2026 സാവധാനത്തിലുള്ള മുന്നേറ്റം പ്രതീക്ഷിക്കാം. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് അപേക്ഷ സമർപ്പിക്കുന്നത് നല്ല അവസരങ്ങൾ നൽകും. EB5 സംവരണ വിഭാഗങ്ങളിലുള്ള നിക്ഷേപകർക്ക് നിലവിൽ കറന്റ് സ്റ്റാറ്റസ് ഉണ്ട്. ഇത് 5 മുതൽ 6 മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് നേടാൻ സഹായിക്കും. എന്നാൽ ആവശ്യക്കാർ കൂടുന്നതനുസരിച്ച് ഭാവിയിൽ ഈ വിഭാഗത്തിലും കാലതാമസം വരാൻ സാധ്യതയുണ്ട്. രാജ്യങ്ങൾക്കനുസരിച്ചുള്ള വിസകളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുകയോ ലഘൂകരിക്കുകയോ ചെയ്യുന്ന നിയമനിർമ്മാണ പരിഷ്കാരങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള തൊഴിലധിഷ്ഠിത വിസകളുടെ കാലതാമസം നിലവിലെ നിയമപ്രകാരം പരിഹരിക്കാൻ കഴിയില്ല. ഉയർന്ന ആവശ്യകതയുള്ള രാജ്യങ്ങൾക്ക് പ്രതിവർഷം ഏകദേശം 9,800 തൊഴിലധിഷ്ഠിത വിസകൾ മാത്രമേ ലഭിക്കൂ. എന്നാൽ 8 ലക്ഷത്തിലധികം അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇത് തീരാൻ 70 മുതൽ 80 വർഷങ്ങളെടുക്കും. സ്പിൽ ഓവർ സംഭവങ്ങൾ താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. സമീപകാലത്ത് അപേക്ഷ സമർപ്പിക്കുന്നതിലെ തന്ത്രപരമായ തീരുമാനങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ മറ്റ് വഴികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകണം. ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള കാലയളവ് എന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഇമിഗ്രേഷൻ കരിയർ പദ്ധതികളിലെ ഒരു ഘടകം മാത്രമാണെന്ന് മനസ്സിലാക്കണം. ഇമിഗ്രേഷൻ അഭിഭാഷകരിൽ നിന്ന് പ്രൊഫഷണൽ സഹായം തേടുക. പ്രതിമാസ വിസ ബുള്ളറ്റിനുകളും USCIS നയ അപ്ഡേറ്റുകളും നിരന്തരം
പ്രകടനം നിരീക്ഷിക്കുക, ആവശ്യമായ രേഖകൾ എപ്പോഴും തയ്യാറാക്കി വെക്കുക എന്നിവയെല്ലാം നിലവിലെ നിയമ സംവിധാനത്തിൽ സ്ഥിരതാമസത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.